ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ അങ്ങനെ ശ്രുതിയും കൂടിയിട്ട് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങളെടുത്ത് വിറ്റതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു വഴക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ശ്രുതിക്ക് ആകെ വിഷമമുണ്ട്. കാരണം എങ്ങനെ ഇനി സച്ചിയുടെ രേവതിയുടെ മുഖത്തേക്ക് നോക്കുന്നുള്ള സങ്കടത്തിലാണ് ശ്രുതി ഇരിക്കുന്നത്. അങ്ങനെ ആ ഒരു ചർച്ച കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് വർഷയുടെ റൂമിൽ വർഷ ഇരുന്ന് ചിരിക്കുമ്പോൾ ശ്രീകാന്ത് കയറി വരും. ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കും, എന്താ വർഷ നീ ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ വർഷ പറയും, എൻ്റെ ശ്രീകാന്തേ, നിൻ്റെ വീട്ടിൽ എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റാണ് നടക്കുന്നത്, ദിവസവും ഓരോ എൻ്റർടൈൻമെൻറ്റാണല്ലോ, ചിരിക്കാൻ വയ്യ എനിക്ക്. ഒന്നെങ്കിൽ സച്ചിയേട്ടൻ അല്ലെങ്കിൽ സുധിയേട്ടൻ, അല്ലെങ്കിൽ സുധിയേട്ടൻ അല്ലെങ്കിൽ സച്ചിയേട്ടൻ. അപ്പോൾ വർഷ പറയും, അപ്പോൾ വർഷയോട് ശ്രീകാന്ത് പറയും, ഓ നിനക്കിപ്പോൾ അതൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ, പിന്നല്ലാതെ ചിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും മണ്ടനാണോ നിൻ്റെ ഏട്ടൻ സുധിയേട്ടൻ? എന്തോരം രൂപയ്ക്കപ്പോൾ അയാളെ പറ്റിച്ചത് ആളുകൾ. ഇപ്പം തന്നെ നിനക്ക് ശ്രീകാന്തേ, നിനക്ക് തോന്നുന്നുണ്ടോ രേവതി ചേച്ചിയുടെ സ്വർണം സുധിയേട്ടനല്ല എടുത്തേക്കണമെന്ന്? നിനക്ക് തോന്നുന്നുണ്ടോ സുധിയേട്ടൻ പറഞ്ഞ സത്യമാണെന്ന്? ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ കടം മേടിച്ചു എന്ന് പറഞ്ഞത്? അപ്പോൾ ശ്രീകാന്ത് പറയണം, എനിക്ക് തോന്നണില്ല, എനിക്ക് തോന്നണത് എൻ്റെ ബലമായ സംശയം രേവതി ചേച്ചിയുടെ സ്വർണ്ണാഭരണങ്ങൾ സുധിയേട്ടൻ തന്നെ എടുത്തിട്ടുണ്ടെന്ന്. അല്ലേ? എനിക്കത് തോന്നി, പക്ഷെ നമുക്കത് പ്രൂവ് ചെയ്യാൻ തെളിവുകളില്ലല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയും, വർഷേ നീ ഇതിലൊന്നും ഇടപെടണ്ട, അവരെന്താ വെച്ചാൽ ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കാം, ഇതെല്ലാം കാണാൻ മിണ്ടാതിരിക്കുക. ഇതെല്ലാം കണ്ട് മിണ്ടാതിരിക്കുക, എൻജോയ് ചെയ്യുക. അല്ലേ? എൻജോയും ചെയ്യേണ്ട, ഒന്നും വേണ്ട, അവരായി അവരുടെ പാടായി. നമുക്കൊരു കാര്യം ചെയ്താലോ ശ്രീകാന്തേ, നമുക്കൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയാലോ, സുധിയേട്ടൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വേണ്ട, നമുക്ക് CBI ആയാലോ ചോദിച്ചപ്പോൾ, ഓ നീ എന്നെ കളിയാക്കിയതല്ലോ, ഒന്ന് മിണ്ടാതിരുന്ന വർഷേ, അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക, ഒരു ഡിറ്റക്റ്റീവ് വേണ്ട, അതൊക്കെ സച്ചിയേട്ടൻ കണ്ടുപിടിച്ചോളും, നോക്കിക്കോ, സുധിയേട്ടൻ്റെ കള്ളത്തരം സച്ചിയേട്ടൻ പൊളിച്ചെടുക്കുക, എനിക്ക് 100% ഉറപ്പാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മളൊന്നും ഇടപെടേണ്ട, കാരണം നമ്മൾ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് എല്ലാവരും വേണം, സുധിയേട്ടനും വേണം, സച്ചിയേട്ടനും വേണം, എല്ലാവരും വേണം. അപ്പോൾ ആരുടെയും പക്ഷം ചേർന്ന് സംസാരിക്കാതെ എല്ലാം കണ്ട് നിശബ്ദമായിട്ടിരിക്കുകയാണ് നമുക്ക് നല്ലതെന്ന് പറയാണ് ശ്രീകാന്ത്. അപ്പോൾ നമ്മളിതിൽ ഇടപെടേണ്ടതാണോ നീ പറയുന്നത്? അതെ. അപ്പോൾ നമ്മളിത് എൻജോയ് ചെയ്യേണ്ട, നമ്മൾ കണ്ടിരിക്കുക, അത്രയല്ലേ നീ പറയണത്? അതെ. അപ്പോൾ ഓക്കെ, നീ പറഞ്ഞ് ഞാൻ കേട്ടോളൂ, ഞാനിതിൽ ഇടപെടണില്ല എന്ന് പറയാണ് വർഷം. അത് കഴിഞ്ഞ് സച്ചി പൂമുഖത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ രേവതി വന്നിട്ടൊക്കെ, എന്താ സച്ചിയായിട്ട് ആലോചിക്കണം? അല്ല രേവതി, സുധി പറഞ്ഞ സത്യം നിനക്ക് തോന്നുന്നുണ്ടോ? സുധിക്ക് പറയാൻ ഉത്തരം കിട്ടാത്ത സമയത്ത് സുധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ അവനെ തല്ലിയത്? അമ്മ തല്ലുമ്പോഴേ പറഞ്ഞത് എന്താ, ആരുടെ അടുത്ത് നിന്നാടാ നീ പൈസ കടം മേടിച്ച്, ആരുടെ അടുത്ത് നിന്നാടാ നീ പൈസ കടം മേടിച്ചതെന്നല്ലേ അമ്മ ചോദിച്ചത്? അപ്പോൾ അമ്മ അത് സുധിയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ചോദിച്ചത്? എനിക്കത് അങ്ങനെ തോന്നി സച്ചിയേട്ട, എനിക്ക് ഉറപ്പാണ് എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങളുടെ ഏട്ടൻ തന്നെയാണ് എടുത്തേക്കണം. അല്ലേ? എനിക്ക് ഉറപ്പാണ്, പക്ഷേ സച്ചിയേട്ട നമ്മുടെ അതിന് തെളിവുകളൊക്കെ ഞാൻ ഉണ്ടാക്കും രേവതി, അവൻ്റെ കള്ളത്തരം ഞാൻ പൊളിച്ചെടുക്കും. അവൻ പറഞ്ഞത് ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു എന്നല്ലേ? ഞാൻ നാളെ ആനന്ദിനെ പോയിട്ടൊന്ന് കാണട്ടെ, ആനന്ദിനെ പോയി കണ്ടിട്ട് സത്യം ചോദിച്ചറിയാലോ പറയുമ്പോൾ അവൻ അതിന് സത്യം പറയും. അവൻ ചിലപ്പോൾ നിങ്ങളുടെ ഏട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലോ, നോക്കാലോ, ഞാനൊന്ന് പോയി സംസാരിച്ച് നോക്കട്ടെ രേവതി, അപ്പോൾ നമുക്ക് സത്യം അറിയാലോ എന്ന് പറയാണ് സച്ചി. അങ്ങനെ സച്ചി രേവതിയും കൂടിയിട്ട് തീരുമാനിച്ചിട്ട് സച്ചി പിറ്റേ ദിവസം ആനന്ദിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം പാർക്കിൽ ആനന്ദ് ഇങ്ങനെ ഇരുന്നിട്ട് പൈസ തരാനുള്ളവരോടൊക്കെ 5 മണിയുടെ ഉള്ളിൽ എൻ്റെ ഓഫീസിലേക്ക് പൈസ എത്തിക്കണം. എൻ്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാലോ? പാർക്കിലാണ്. എല്ലാവരും 5 മണിക്ക് മുമ്പ് പലിശ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വിളിച്ചിട്ട് പലിശ എത്തിക്കാൻ പറയാണ്. ഈ സമയത്താണ് സച്ചി അവിടേക്ക് വരുന്നത്. സച്ചി അവിടേക്ക് വരുമ്പോൾ സച്ചിയൊക്കെ, എന്താ ബ്രോ അറിയോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അറിയാതെ വാ ഇരിക്കുക എന്ന് പറയും. ഇരിക്കുമ്പോൾ പറയും, ഇതേ നിൻ്റെ ഏട്ടൻ കുറേ കാലം ഇരുന്ന സ്ഥലം കേട്ടോ. അല്ല, ഇനിയിപ്പോൾ നിൻ്റെ കാറൊക്കെ വിറ്റോ? നിനക്ക് ഓട്ടമൊന്നുമില്ലേ? നിൻ്റെ ഏട്ടനെ പോലെ നീ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ പറയും, എൻ്റെ ഏട്ടനെ പോലെ കാറ് വിറ്റാലും വേറെ പണിക്ക് പോകാൻ എനിക്കറിയാം, ഞാൻ ഒരിക്കലും നിന്നെ എൻ്റെ ഏട്ടനെ പോലെ ഇവിടെ വന്നിരിക്കില്ല എന്ന് പറയണം. അല്ല എന്താ ഇപ്പോൾ വന്നേ? ഞാനേ ആനന്ദിനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് വന്നതാ പറയും സച്ചി. അപ്പോൾ ആനന്ദ് ചോദിക്കും, എന്താ സച്ചി വിശേഷം, എന്തിനാ കാണാൻ വന്നത് ചോദിക്കും. പറയും, അല്ല എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. പൈസയോ? എത്ര രൂപ വേണം? എനിക്കൊരു 2 ലക്ഷം വേണം. 2 ലക്ഷമോ? എൻ്റെ ബ്രോ, ഞാനങ്ങനെയൊന്നും കൊടുക്കില്ല. 1 ലക്ഷം രൂപയിലും കൂടുതൽ ഞാൻ ഒരിക്കലും ഒരാൾക്കും വായ്പ കൊടുക്കാറില്ല. കാരണം ഞാൻ ഈ ചെറിയ എമൗണ്ടുകൾ കുറേ ആൾക്കാർക്കായിട്ട് കൊടുക്കും, 25,000 50,000 അങ്ങനെയൊക്കെ കൊടുക്കുന്നല്ലാണ്ട് ഞാൻ ഒരിക്കലും 1 ലക്ഷം രൂപയിൽ കൊടുക്കാറില്ല. അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ഞാൻ കാണിക്കില്ല ബ്രോ പറയാണ് സച്ചിയോട് ആനന്ദ്. അപ്പോൾ സച്ചി പറയും, അപ്പോൾ നിങ്ങൾ സുധിക്ക് 5 ലക്ഷം, സുധിക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ സുധിക്ക് പൈസ കൊടുത്തായിരുന്നു. അപ്പോൾ സച്ചി വിചാരിക്കുക, ഇവൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് പൈസ മേടിച്ചിരിക്കണമെന്ന്. അപ്പോൾ പറയും, അത് കുറേ കാലം മുമ്പല്ലേ, ഒരു 25,000, അത് കിട്ടാൻ വേണ്ടി ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല, അവനെ അന്വേഷിച്ചിട്ട് അങ്ങ് പാതാളത്തിൽ വരെ പോകേണ്ട അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷേ ലാസ്റ്റ് അത് ചോദിച്ച് അവൻ്റെ വൈഫ് എനിക്ക് തന്നു, അത് അവളുടെ അടുത്തുനിന്ന് ഞാൻ മേടിച്ചു എന്ന് പറയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 5 ലക്ഷം രൂപ സുധിക്ക് കൊടുത്ത് 5 ലക്ഷമോ? ഞാനോ? സുധിക്കോ? നിങ്ങൾക്ക് പിടിച്ച കാറ്റുണ്ടോ സച്ചി?
സച്ചി. അവന് 1 രൂപ പോലും കൊടുക്കില്ല എന്ന് കോല് മുറിച്ചിട്ട ആളാണ് ഞാൻ. കാരണം ഒരു 25,000 രൂപ കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തിരിച്ചെടുക്കാൻ പറ്റ പാട് എനിക്ക് മാത്രമേ അറിയൂ. ഇത്രയും അറിഞ്ഞിട്ട് ഞാൻ 5 ലക്ഷം രൂപ അവന് കൊടുക്കുമോ? ഒന്നാമത് ഞാൻ 1 ലക്ഷം രൂപയിലും കൂടുതൽ ഒരാൾക്കും കൊടുക്കാറില്ല. പിന്നെയാണ് അവന് 5 ലക്ഷം. അവന് 5 ലക്ഷം പോയിട്ട് 1 രൂപ പോലും ഞാൻ കൊടുക്കില്ല, ഉറപ്പായിട്ടും ഞാൻ കൊടുക്കില്ല, അതിലൊരു സംശയം വേണ്ട പറയും. അപ്പോൾ സച്ചി പറയും, അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടില്ല 5 ലക്ഷം? എന്താ സുധി പറഞ്ഞു 5 ലക്ഷം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു എന്ന്? ഇല്ല, അവൻ പറഞ്ഞൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചതാ. പറയും ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എന്നാൽ ശരി ഞാൻ പോട്ടെ. അല്ല ബ്രോ, 20,000 രൂപയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, പോകാൻ വരട്ടെ, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ പറയും, വേണ്ട എനിക്ക് 1 രൂപ പോലും വേണ്ട പറയുമ്പോൾ, നിൽക്ക് ബ്രോ തരാം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോൾ സച്ചി എഴുന്നേറ്റ് പോകുമ്പോൾ ആനന്ദ് പറയും, സുധിയുടെ ഒരു ഭാഗ്യേ, സുധി എന്നോട് രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് 5 ലക്ഷം രൂപ ഉണ്ടാക്കിയെന്നും ആ 5 ലക്ഷം രൂപയാണ് 5 ലക്ഷം രൂപയെന്ന് 1 ലക്ഷം രൂപയാണ് വീട്ടിൽ ലാഭം പറഞ്ഞ് കൊടുത്തതെന്നൊക്കെ സച്ചിയോട് പറയാതിരുന്നത് നന്നായി. ഇന്നപ്പോൾ സുധി പെട്ടേനെ. എന്തായാലും എനിക്കത് പറയാതിരുന്നത് നന്നായി, സുധിയുടെ നല്ല കാലം എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ആനന്ദിൻ്റെ ജോലികളിൽ മുഴുകണു. അങ്ങനെ സച്ചി സത്യം കണ്ടുപിടിക്കുകയാണ്, സുധി ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് അപ്പം തന്നെ സച്ചി രേവതിനെ വിളിക്കുകയാണ്. അപ്പോൾ രേവതി അടിച്ചുവാരം ചൂലൊക്കെ എടുത്ത് വരുമ്പോൾ എന്താ സച്ചിയേട്ടാ ചോദിക്കുമ്പോൾ പറയും, രേവതി നമ്മൾ സംശയിച്ച് ശരി, ആനന്ദ് സുധിക്ക് പൈസ കൊടുത്തിട്ടില്ല. ഇല്ലേ? അപ്പോൾ ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് സുധി നിങ്ങളുടെ ഏട്ടൻ പൈസ മേടിച്ചിട്ടില്ലേ? ഇല്ല രേവതി. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാമല്ലോ, എൻ്റെ സ്വർണ്ണം വിറ്റക്കുന്നത് നിങ്ങളുടെ ഏട്ടൻ തന്നെയാണ്, 100% ഉറപ്പാണ് രേവതി. അപ്പോൾ ഇനി അത് കണ്ടുപിടിക്കുക എന്താ ചെയ്യുക സച്ചിയേട്ടാ? കണ്ടുപിടിക്കണം രേവതി, അവൻ്റെ കള്ളത്തരം പൊളിച്ചെടുക്കണം നമുക്ക് പറയുമ്പോൾ രേവതി പറയും, ഒരു കാര്യം, ഇനിയിപ്പോൾ എന്താ അതിനൊരു വഴി? സച്ചിയേട്ടാ ഒരു കാര്യമുണ്ട്, ഒരു സ്വാമിയുണ്ട്, ആ സ്വാമി വെറ്റിലയിൽ നോക്കിയിട്ട് പൈസ എടുക്കണത് ആരാന്ന് വെച്ചാലും അല്ല എന്താ മോഷണം പോയിക്കണം ചില വെറ്റിലയിൽ തെളിഞ്ഞിട്ട് ആ സ്വാമി അത് പറയാം, ആരും എടുത്തേക്കണെന്ന് വെച്ചാൽ കറക്റ്റ് തെളിവായിട്ട് ആ സ്വാമി അത് തരും. ഒന്നും മിണ്ടാതിരുന്ന രേവതി. പിന്നെ വെറ്റിലയിൽ CCTV ക്യാമറ വെച്ചൊക്കെയല്ലേ അയാൾ? അല്ല സച്ചിയേട്ടാ ഞാൻ പറഞ്ഞ സത്യമാണ്, നീ ഒന്നും മിണ്ടാതിരുന്ന പറഞ്ഞിട്ട് സച്ചി പറയും, ഒരു ഐഡിയ വന്നു രേവതി. എന്താ സച്ചിട്ട് വയ്ക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാം, നീ സ്വാമിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ വന്നത്, അതൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ശരി നീ ഫോൺ വെച്ചോ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ ഫോൺ വെച്ചിട്ട് രേവതി ആലോചിക്കുക, ഈശ്വര അപ്പോൾ അയാളാണല്ലോ എൻ്റെ സ്വർണ്ണം എടുത്തത് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് സച്ചി കാറിലിരുന്ന് ആലോചിക്കുകയാണ്, സുധിയുടെ കള്ളത്തരം ഞാൻ പൊളിച്ചെടുക്കും, എനിക്ക് മനസ്സിലായി, സുധിയാണ് രേവതിയുടെ സ്വർണ്ണങ്ങൾ എടുത്ത് വിറ്റേക്കണം. മോനെ നീ അത്രയും കള്ളത്തരം കൊണ്ട് നടക്കണ്ട, നിൻ്റെ കള്ളം ഞാൻ പൊളിച്ചെടുക്കും എന്ന് വിചാരിക്കുകയാണ് സച്ചി. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ രവീന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് വർഷി ശ്രീകാന്തും കൂടി ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇവർ അച്ഛനൊക്കെ വിളിക്കുമ്പോഴൊന്നും രവീന്ദ്രൻ അത് ശ്രദ്ധിക്കണേ ഇല്ല. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് അടുത്ത് വന്നിട്ട് അച്ഛ വിളിക്കുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ അച്ഛൻ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണമെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ഒന്നുമില്ല ശ്രീകാന്ത്, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നീ കാണുന്നതല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കണത്. സച്ചിയുടെ 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കടയിൽ നിന്ന് കൊണ്ടുപോയിട്ട് സച്ചീനെ പറ്റിച്ചു, രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ കളവ് പോയി, എന്തൊക്കെ വീട്ടിൽ കുറച്ച് കാലമായിട്ട് നടക്കാൻ പാടാത്ത കാര്യങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ വർഷ പറയും, സച്ചേട്ടനെ പറ്റിച്ചത് സച്ചേട്ടൻ്റെ മണ്ടത്തരം, പിന്നെ രേവതി വെച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ പോയത് അത് വേറെ വെച്ച്. അങ്കിളിപ്പോൾ ഇതൊക്കെ ആലോചിച്ചിരുന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? അങ്കിൾ ഇതൊന്നും ആലോചിക്കേണ്ട അങ്ങളെ, അതൊക്കെ അതിൻ്റേതായ സമയത്ത് ശരിയായിക്കോളും എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, അച്ഛൻ ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാം ശരിയാവും, അച്ഛൻ ഒരു ടെൻഷനും വേണ്ട അച്ഛാ പറയും. അപ്പോഴേക്ക് രേവതി കടന്നു വന്നിട്ട് ചോദിക്കും, നിങ്ങൾ വന്നോ, നിങ്ങൾക്ക് ഞാൻ കോഫി എടുക്കട്ടെ ചോദിക്കുമ്പോൾ വേണ്ട ഏട്ടത്തി പറഞ്ഞിട്ട് രണ്ടുപേരും ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറിപ്പോണ സമയത്ത് ചന്ദ്ര വന്നിട്ട് പറയും, കോഫി എടുക്കുകയാണെങ്കിൽ എനിക്ക് വേണം, ഒരു കാര്യമുണ്ട്, വായയിൽ വെക്കാൻ പറ്റുമെന്ന് കോഫി ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് വലിയ വേലക്കാരത്തോട് കൂടെ കൽപ്പിച്ചിട്ട് ചന്ദ്ര രവീന്ദ്രൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ സച്ചി പുതിയ ഐഡിയയുമായിട്ട് കാറും കൊണ്ട് ചന്ദ്രോദയത്തിൻ്റെ ഉമ്മർത്ത് വന്നിരിക്കുന്നത്. സച്ചിയുടെ പുതിയൊരു മുഖമാണ് നമ്മൾ കാണാൻ പോണത്. കയ്യിലൊരു നാരങ്ങ, അതിന് കുറച്ച് കൂടോത്രം, ഒരു നെറ്റിയിൽ വലിയ ഭസ്മക്കുറി. സച്ചി അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി, വലതുകാല് വെച്ച് കാറിൽ നിന്ന് ഇറങ്ങി, ഈ നാരങ്ങ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു മന്ത്രം വേണമല്ലോ ചൊല്ലാൻ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഈ നാരങ്ങയും കൊണ്ട് വലതുകാല് വെച്ചിട്ട് തന്നെ അങ്ങോട്ട് കയറാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് പ്ലാനിങ് ആയിട്ട് നാരങ്ങയും കൊണ്ട് ഉള്ളിലേക്ക് കയറാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ അമ്മേ മഹാമായേ വിളിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ കയറുമ്പോൾ രവീന്ദ്രൻ പെട്ടെന്ന് നോക്കുമ്പോൾ സച്ചി ഭസ്മക്കുറിയും കയ്യിലൊരു നാരങ്ങയും മന്ത്രവാദവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നപ്പോൾ രവീന്ദ്രൻ എന്താടാ സച്ചി, എന്താ നിനക്ക് പറ്റിയിരിക്കണം? അമ്മേ മഹാമായേ ഭഗവതി പറഞ്ഞിട്ട് അങ്ങോട്ട് ഉറഞ്ഞു തുള്ളാണ് സച്ചി അവിടെ നിന്ന് ഉറഞ്ഞു തുള്ളുമ്പോൾ രവീന്ദ്രൻ എന്താണ് സച്ചി, എന്താ പറ്റി, എന്താ ഉണ്ടായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ സച്ചിയുടെ അലറിൽ കേട്ടിട്ട് രേവതി അടുക്കളയിൽ നിന്ന് പാഞ്ഞു വരാണ്. എന്താ സച്ചിയേട്ടാ എന്താ ഉണ്ടായേ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ
വർഷി ശ്രീകാന്ത് അകത്തുനിന്ന് ഓടി വരുന്നുണ്ട്. ഈ ബഹളം കേട്ടിട്ട് ചന്ദ്രമതി കോണി ഇറങ്ങി വരുന്നുണ്ട്. അമ്മേ മഹാമായേ, ദുഷ്ടശക്തികളെ നിഗ്രഹിക്കണേ, നല്ല ശക്തികളെ വളർത്തണേ, അമ്മേ മഹാമായേ, അമ്മേ മഹാമായേ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ രേവതി വന്നിട്ട് എന്താ സച്ചിയേട്ടൻ എന്താ പറ്റി വെച്ചിട്ട് രേവതി സച്ചിനെ പിടിക്കേണ്ടത്. പക്ഷെ പിടിക്കാൻ പറ്റില്ല. സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് മറ്റേ അരുളപ്പാട് പറയുന്ന ആൾക്കാരുടെ പോലെ സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് ഓടുകയാണ്. അമ്മേ മഹാമായേ. അപ്പോൾ ശ്രീകാന്തും വർഷയും ചോദിക്കും എന്താ സച്ചിയേട്ടാ, എന്താ പറ്റി ചോദിക്കേണ്ട. ഭഗവതി ദുഷ്ടശക്തികളെ നിഗ്രഹിക്കണേ സ്വാമി, അമ്മേ മഹാമായേ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയും, രാവിലെ എൻ്റെ ഭസ്മക്കുറി തൊട്ട് വന്നിട്ട് അവൻ ആളെ പറ്റിക്കുക, എന്താടാ നിനക്ക് പറ്റിയോ, ഒന്ന് ഒതുങ്ങി നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ മിണ്ടരുത്, സ്വാമി വന്ന് കണ്ണിലൂത്തും എന്നൊക്കെ പറയാണ് ചന്ദ്രമതിയോട്. അപ്പോൾ ചന്ദ്രമതി ഒന്ന് പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയത്ത് എന്തുണ്ടായെന്ന് ഞാൻ പറയാം, ആദ്യം ഞാൻ സ്വാമീനെ വിളിക്കട്ടെ പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് എവിടെ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമീനെ വിളിക്കുമ്പോൾ ഹലോ സ്വാമി എന്ന് വിളിച്ചിട്ട് അമ്മേ മഹാമായേ ഓം ഹ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മന്ത്രമൊക്കെ ചൊല്ലിയാണ്. മന്ത്രം ചൊല്ലുമ്പോൾ എന്ത് ഗരം മസാലയോ സച്ചിട്ട് എന്താ പറയണത്, ഗരം മസാല വേണമെന്നൊക്കെ ചോദിക്കുകയാണ് വർഷ. അപ്പോൾ വീണ്ടും സച്ചി എന്തൊക്കെയോ ഗരം എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രം ചൊല്ലിയാണ്. മന്ത്രം ചൊല്ലുമ്പോൾ ചന്ദ്രമതി പഠിക്കുകയാണ്. രവിയേട്ടാ എനിക്ക് പേടിയാവണം, എന്താ നീ കാണിക്കണേ എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും ശ്രുതിയും കൂടി കയറി വരാണ്. ഇവൻ്റെ ഇളകൽ കണ്ടിട്ട് സച്ചിയുടെ ഇളകൽ കണ്ടിട്ട് ശ്രുതിയൊക്കെ എന്താടാ സച്ചി എന്താ പറ്റി, ഓം ഹ്രീം ദുഷ്ടശക്തികളെ നിഗ്രഹിക്കണേ, ദുഷ്ടശക്തികളെ കണ്ടുപിടിച്ച് തരണേ അമ്മേ മഹാമായേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രവീന്ദ്രൻ എന്താടാ സച്ചി എന്താ ഉണ്ടായി ചോദിക്കുമ്പോൾ രേവതി കരച്ചിൽ തുടങ്ങി. എൻ്റെ സച്ചിയേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട് അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കരച്ചിൽ തുടങ്ങി. ഇപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു മോളെ അവനെ ഒന്ന് പിടിച്ച് ചോദിക്കുക എന്താ പറ്റിയെന്ന്. അപ്പോൾ രേവതി അടുത്തേക്ക് ചെല്ലുമ്പോൾ ആരെയും കൂട്ടാക്കണില്ല. സച്ചി ഇങ്ങനെ ഇളകാണ് കിടന്നിട്ട് മഹാമായേ ദേവി രക്ഷിക്കണേ, ദുഷ്ടശക്തികളെ നിഗ്രഹിക്കണേ, നല്ല ശക്തികളെ വളർത്തണേ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ പേടിച്ചിരിക്കുക. സ്വാമി എന്ന് വിളിക്കുമ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തെങ്കിലും കൂടോത്ര ആണോ എന്നുള്ള ചിന്തയിലാണ് ചന്ദ്രമതി ഇരിക്കുന്നത്. ശ്രുതി വെട്ടിലായ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ആകെ അമ്പരുന്ന പോലെയാണ് നിൽക്കുന്നത് സച്ചിയുടെ ഒരു പുതിയ മുഖം കണ്ടിട്ട്. അപ്പോൾ ആ ശ്രുതിയുടെ കള്ളത്തരം കണ്ടുപിടിക്കാനുള്ള സച്ചിയുടെ പുതിയ മുഖം നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ ക്ലൈമാക്സ് ആണ്. അപ്പോൾ ഇതുവരെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.